എല്ലാവർക്കും നമസ്കാരം. അല്ലയോ അർജുന, ചില ഭക്ഷണ കാര്യങ്ങളിലും മറ്റ് വിഷയാനുഭവങ്ങളിലും ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഉള്ളിൽ അടങ്ങി ഒതുങ്ങുന്ന പ്രാണപ്രസരങ്ങളിൽ മറ്റെല്ലാ പ്രാണചലനങ്ങളെയും ഹോമിക്കുന്നു. ഇപ്രകാരമുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന എല്ലാവരും യജ്ഞം എന്തെന്നറിഞ്ഞ് യജ്ഞാനുഷ്ഠാനം കൊണ്ട് മനോമാലിന്യങ്ങൾ അകറ്റുന്നവരാണ്. മനസ്സിന്റെ ശുദ്ധിയാണ് പ്രാണായാമം ദൃഢപ്പെടുത്തുന്നതോടെ അത്യന്തം സസൂക്ഷ്മമായി ഭവിച്ച് ശരീരത്തിലെ എല്ലാ രോമകൂപങ്ങളിലും പരന്ന് വ്യാപിച്ചിട്ട് ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ഉണ്ടാക്കി തീർക്കുന്നു. അങ്ങനെ അത് ആത്മാനുഭവത്തിന് വഴിതെളിക്കും. ഹേ അർജുന, യജ്ഞരൂപത്തിൽ കർമ്മം ചെയ്ത് വാസനാക്ഷയം നേടിയ ശേഷം തെളിയുന്ന ആത്മാനന്ദമാകുന്ന അമൃതം അനുഭവിക്കുന്നവർ ക്രമേണ ബ്രഹ്മവുമായി ഏകീഭവിക്കുന്നു. യജ്ഞരൂപത്തിലല്ലാതെ സ്വാർത്ഥമോഹിതനായി കർമ്മം ചെയ്യുന്നവന് ഈ ലോകം തന്നെ നഷ്ടപ്പെടുന്നു. അല്ലയോ അർജുന, അപ്പോൾ പിന്നെ പരലോകത്തിന്റെ കാര്യം പറയാനുണ്ടോ? അതായത് രാഗദ്വേഷങ്ങളില്ലാതെ ബ്രഹ്മാരാധനയായി നടത്തുന്ന ഏത് കർമ്മവും യജ്ഞം തന്നെയാണ്. ആത്മപ്രസാദമാണ് യജ്ഞശിഷ്ടാമൃതം. കർമ്മം ചെയ്ത് വാസന കുറയുന്നതോടെ ഈ അമൃതാനുഭവം നിരന്തരമായി തീരുന്നു. തുടർന്ന് സമാധിയിൽ ആത്മാനുഭവം പുറത്ത് സർവത്ര വ്യക്തമായ ബ്രഹ്മാനുഭവവും തെളിയുന്നു. ഇതാണ് യജ്ഞശിഷ്ടാമൃതഭുക്കിന്റെ ബ്രഹ്മപ്രാപ്തി. യജ്ഞരൂപത്തിൽ കർമ്മം ചെയ്യുന്നവന് തത്കാല ജന്മത്തിൽ ബ്രഹ്മപ്രാപ്തി ഉണ്ടായില്ലെങ്കിൽ പോലും ഉന്നതമായ സ്വർഗാദി പരലോകാനുഭവവും വന്നു ചേരുന്നു. യജ്ഞരൂപത്തിലുള്ള കർമാനുഷ്ഠാനം കൊണ്ടല്ലാതെ ജീവിതത്തിന് ഇഹപരഗതിയോ ബ്രഹ്മപ്രാപ്തിയോ ഉണ്ടാകില്ലെന്ന് ചുരുക്കം. മലയാള പരിഭാഷ. ആയതാം യജ്ഞവിത്തുകളാം യോഗികളാകവേ പാപവിമുക്തരായിട്ടിന്നിതജ്ഞശിഷ്ടത്തെ ഭുജിച്ചിട്ടതായവർ പ്രാപിച്ചിടുന്നു പരബ്രഹ്മമായതിൽ. യജ്ഞങ്ങളൊന്നുമേ ചെയ്യാതെയുള്ളതാം മർത്യരസന്തുഷ്ടരാണിഹ ലോകത്തിൽ. ആയവനീ പരലോകത്തിൽ എപ്രകാരത്തിലാണിന്നടോ സന്തുഷ്ടനാവുക? എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.